ഞങ്ങൾ വേളാങ്കണ്ണി പോയത് ആഗസ്റ്റ് 1 2026. നല്ല ഗംഭീര തിരക്കായിരുന്നു. വേളാങ്കണ്ണിയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാട്ട് ബീച്ചിലേക്കുള്ള വഴി. ഇവിടെ കിട്ടാത്തതൊന്നുമില്ല. അല്പം വിലക്കൂടലാണെങ്കിലും എല്ലാം കിട്ടും. ലോഡ്ജുകളും ഹോട്ടലുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ വീതിയിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന 1-2 ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ വറവ് ഐറ്റംസ്. കുട്ടികൾക്ക് വേണ്ടതും സ്ത്രീകൾക്ക് വേണ്ടതുമായ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മീൻ വറുത്തത് കഴിച്ചു പോരാം. വില ബാർഗെയിനിങ് ആണ്. സീസണിൽ വില കൂടും. ഓഫ് സീസണിൽ പറഞ്ഞ വിലയ്ക്ക് മീൻ പൊരിച്ചു തരും. ദാഹമാറ്റാൻ അല്പം തണുത്ത വെള്ളം വാങ്ങിയതാണ്. അതികഠിനമായ ചൂടായിരുന്നു. കേരളത്തിൽ നിന്ന് ഞങ്ങൾ മഴയത്ത് തണുത്ത് വരച്ച് പോയി അവിടെ ചെന്നപ്പോൾ മരുഭൂമിയിൽ ചെന്ന പോലെയാണ്. പറതിയ ചൂട്. കുട നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ഒരു തരം ഒടുക്കത്തെ ദാഹം. പതുക്കെ നടക്ക് ഒപ്പം നടക്ക്. നടന്നോ പതുക്കെ നടക്ക്. ഓടിപ്പോയാൽ തെറ്റും. ഞങ്ങളുടെ കൂടെ ഒരു കന്യാസ്ത്രീ സിസ്റ്റർ ഉള്ളത് കൊണ്ട് നല്ല യാത്രയും തീർത്ഥാടനവുമായി അത് പരിണമിച്ചു. ട്രെയിനിൽ വെച്ച് സിസ്റ്റർ ഞങ്ങൾക്ക് ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന കൊന്ത നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇറ്റലിയിലെ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. ഇവിടെ കണ്ടമാനം പരിചയക്കാരെ, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽപ്പക്കക്കാരെയും കാണാം. അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. വിട്ടുപിരിയാൻ പറ്റാത്ത സ്നേഹം. കരിങ്കല്ല് കൊണ്ട് ഭിത്തി നിർമ്മിച്ചത് കൊണ്ട് വലിയ തിരമാലയുടെ ശക്തി കുറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും 1-2 പേർ ഇതിൽ മുങ്ങി മരിക്കാറുണ്ട്. അതിനൊരു അറുതി വരുത്താനാവാം സാധ്യത കാണുന്നു. ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. അതിലുപരി തകർപ്പൻ കച്ചവടം. 1 മണിക്കൂർ 2 മണിക്കൂർ ചെലവഴിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ ഭാഗം.
തെക്കോട്ടും വടക്കോട്ടും കടൽ കര നീണ്ടു കിടക്കുകയാണ്. കിലോമീറ്ററോളം നടന്നു പോകാനും പറ്റും. അവിടെയാണ് നമ്മുടെ മീൻ വറവ് കേന്ദ്രങ്ങൾ. നല്ലൊരു ബോട്ട് സവാരി കാണാൻ പറ്റി. ഞങ്ങൾ കയറിയില്ല. ബോട്ടുകാർക്ക് നല്ല കോളായിരുന്നു. താങ്ക് യു.